ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 60 വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തുകൊണ്ട് വണ്ടിയാണ്. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആണ് പറഞ്ഞായിരുന്നത്. അപ്പോൾ നമ്മൾ ചെന്ന് വീട്ടിൽ പോയി എടുത്ത വണ്ടിയാണ്. അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ബാറ്ററിയുടെയാണ് കംപ്ലൈൻറ്റ്. നമ്മൾ ചെന്ന് അടിച്ചിട്ട് സെൽഫ് എടുക്കണ്ടായില്ല, കിക്കർ അടിച്ചിട്ടും ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണ്. ബാറ്ററി ഇതുമ്പോൾ ഇരിക്കുന്ന ബാറ്ററി ഇതാണ് അതിൻ്റെ ബാറ്ററി. ഞാൻ വേറൊരു ബാറ്ററി വെച്ച് ചെക്ക് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ നിലവിൽ സ്റ്റാർട്ടിങ്ങിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാറ്ററിയുടെയാണ് കംപ്ലൈൻറ്റ്. ബാറ്ററി 2024 വെച്ചുള്ള ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ ലോഡ് കൊടുക്കുമ്പോൾ ഫുൾ കട്ടായി പോകണം. അത് ലോഡ് എടുക്കണില്ല ബാറ്ററി. അപ്പോൾ അതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ ബാറ്ററി മാറ്റിയാലാണ് ആ കംപ്ലൈൻറ്റ് റെഡി ആവുള്ളൂ. 2024 ആയതുകൊണ്ട് തന്നെ വാറണ്ടി പീരീഡ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ആമറോണിൻ്റെ ബാറ്ററിക്ക് 24 മാസം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ്. അതായത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാറ്റി കിട്ടും 24 മാസം വരെ. അത് കഴിഞ്ഞാൽ കട്ടാവും. അപ്പോൾ 24 മാസം വരെയാണ് അതിൻ്റെ വാറണ്ടി പീരീഡ് ഉള്ളത്. അപ്പോൾ 2024 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2026 ആയിട്ടുള്ളൂ. 26 ഏത് മാസമാണ് വന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ. 2024 ഏത് മാസമാണ് നിങ്ങൾ എടുത്തേക്കണമെന്നുള്ളത് അറിയില്ല. അപ്പോൾ ആ വാറണ്ടി കാർഡിൽ ഉണ്ടാവും. അത് കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. വാറണ്ടി പീരീഡിലുള്ളതാണെങ്കിൽ അത് വാറണ്ടിയിൽ മാറ്റി കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ബാറ്ററിയുടെയാണ് കംപ്ലയിൻറ്റ്. അത് മാറ്റിയാലാണ് നമ്മളുടെ ഇപ്പോഴത്തെ കംപ്ലയിൻറ്റ് മാറുള്ളൂ. ഞാൻ വേറൊരു പഴയ ബാറ്ററി ഒരെണ്ണം വെച്ച് വണ്ടി റെഡി ആക്കിയായിരുന്നു. പിന്നെ അതിന് വേറെ 1-2 പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് ഈ ബ്രേക്കിൻ്റെ സ്വിച്ചുകൾ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ബ്രേക്ക് സ്വിച്ച് സ്റ്റക്കായിട്ട് നിൽക്കുക. താക്കോൽ ഓൺ ആക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഇൻഡിക്കേറ്റർ ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുകയാണ്. അതായത് ബ്രേക്ക് ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതങ്ങനെ നിൽക്കാൻ പാടില്ല. ശരിക്കും ആ ബ്രേക്ക് സ്വിച്ചുകൾ നമുക്ക് മാറ്റി പുതിയത് ഇടേണ്ടി വരും. അതേപോലെ തന്നെ ഈ സെൽഫിൻ്റെ ഈ സ്വിച്ചും ഇടയ്ക്ക് സ്റ്റക്കാവുന്ന കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ സ്വിച്ചും കൂടി മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ ഇടയ്ക്ക് ഷൂട്ടിങ് കാണിച്ചിട്ട് മഴയൊക്കെ വന്ന സമയത്ത് ഷൂട്ടിങ് കാണിച്ച് വണ്ടി റണ്ണിങ്ങിലൊക്കെ ഓഫാവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞോളൂ. അതിനെ നമുക്ക് അത്രയും ചെയ്യേണ്ട കേസേ ഉള്ളൂ. പിന്നെ വണ്ടി എടുത്തു കൊണ്ടുവന്നപ്പോൾ നമുക്ക് മെയിൻ സ്റ്റാൻഡിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായി. കാരണം മെയിൻ സ്റ്റാൻഡ് ക്ലിയറായിട്ട് മുകളിലേക്ക് പൊന്തി നിൽക്കുന്നില്ല. അത് നമുക്ക് അതിൻ്റെ മെയിൻ സ്റ്റാൻഡിൻ്റെ പിന്നെ അതിൻ്റെ ഉള്ളിൽ ടൈറ്റായിട്ടുണ്ട്. അപ്പോൾ അത് അഴിച്ചിട്ട് മെയിൻ സ്റ്റാൻഡ് പിന്നെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് മെയിൻ സ്റ്റാൻഡ് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ സൈലൻസറിൻ്റെ ഭാഗമൊക്കെ അഴിച്ചിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് പറഞ്ഞേക്കാം. ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ചെയ്യണം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എസ്റ്റിമേറ്റിൽ ഞാൻ ബാറ്ററി മാറ്റുമ്പോൾ വരുന്ന ചിലവടക്കമാണ് എസ്റ്റിമേറ്റിൽ ഇടുന്നത്. വാറണ്ടി പീരീഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി കിട്ടുമെന്നുണ്ടെങ്കിൽ ആ ബാറ്ററിയുടെ പൈസ അതിനകത്ത് കുറയും. ബാക്കിയത്തെ വർക്കിൻ്റെ എമൗണ്ട് ആണ് നമുക്ക് എസ്റ്റിമേറ്റിൽ അപ്പോൾ പ്രതീക്ഷിച്ചാൽ മതി. വാറണ്ടി ഡേയ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാറണ്ടി കാർഡ് ഉണ്ടെങ്കിൽ നമുക്കത് വാറണ്ടിയിൽ 24 മാസം തികഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് വാറണ്ടിയിൽ എവിടെ നിന്നാണോ മേടിച്ചത് അവിടെ നിന്ന് അത് വാറണ്ടിയിൽ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അത് അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ചെയ്യണം. അതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. ബാക്കിലത്തെ ബ്രേക്ക് സ്വിച്ചുകൾ, സെൽഫിൻ്റെ സ്വിച്ച്, മെയിൻ സ്റ്റാൻഡ് ഗ്രീസിങ് അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യാം. അതിനകത്ത് ബാറ്ററി ഉൾപ്പെടുത്തുന്നുണ്ട്. ആവശ്യമാണെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കേട്ടോ.